ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി തീരും വരയ്ക്കും കാണുക. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്ത് വലിയ പീസസായിട്ട് മുറിച്ചിരിക്കുന്ന ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലാസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സോസ് പാനിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഗാർലിക് ഹെർബിൻ്റെ അമൂലിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോർമൽ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ടൊരു 4 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, തക്കോലം, പിന്നെ ജാതിപത്രി ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കൊരു 2 സവോള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫൊക്കെ കുക്കറിലിരുന്ന് മറ്റേ സ്റ്റൗവിലിരുന്ന് വേവുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 2 തുടം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ മിക്സറിൻ്റെ ജാറിൽ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം കേട്ടോ. ഈ ഇറച്ചിച്ചോറിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ ബീഫിൻ്റെ ഫാറ്റ്. ഈ ഇറച്ചിച്ചോറിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരുപാട് ഹെൽത്തി ഒന്നും അല്ല ഇങ്ങനെ ഫാറ്റ് ആഡ് ചെയ്യുന്നത്, പക്ഷേ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഫാറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു എണ്ണമയമൊക്കെ ഈ ഫാറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫാറ്റ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടൊമാറ്റോയാണ്. അത്യാവശ്യം വലുപ്പമുള്ള 2 ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവോളയും തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് മല്ലിയിലയാണ്. വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും തക്കാളിയും ടൊമാറ്റോയും ഒക്കെ നല്ല പോലെ ഒന്ന് ചേർന്ന് വരുന്നവരേക്കും. ഇതിനകത്ത് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ കൂടെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ. ഇത് സ്റ്റോർ ബോട്ട് അല്ല, വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൊടിയാണ്. അതുകൊണ്ട് തന്നെ പെരിഞ്ജീരകത്തിൻ്റെ കണ്ടൻറ്റ് ഇതിനകത്ത് കൂടുതലുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച ഗരം മസാല പൗഡർ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കുക്കറിൽ വെന്ത് റെഡി ആയിരിപ്പുണ്ട്. നമ്മൾ ബീഫിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, കുക്കറിൽ വെന്ത് വന്ന ഗ്രേവി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബീഫിൻ്റെ പീസസ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മസാലയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടെ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളതിൽ 1.5 കപ്പ് ബീഫ് വേവിച്ച ഗ്രേവി ഇരിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3.5 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് ടോട്ടൽ 5 കപ്പ് വെള്ളമായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 1.5 കപ്പ് ബീഫ് വേവിച്ച ഗ്രേവിയും 3.5 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഗ്രേവിയൊക്കെ നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം അളവെടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് അരി ഇവിടെ എടുത്തിട്ടുണ്ട്. കൈമ റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് കൈമ റൈസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ അരിയും കൂടെ ചേർത്ത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ റൈസൊക്കെ ഒരു 1/2 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തോർന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ദോശക്കല്ലിൻ്റെ മുകളിലായിട്ട്, ഒരു ദോശത്തവയുടെ മുകളിലായിട്ട് വെച്ചിട്ട് ഞാനൊരു ദം പ്രോസസ്സിൽ വീണ്ടും ഇത് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് സ്ലോ ഫ്ലെയിമിൽ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. എൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി നല്ല ടേസ്റ്റി ആയിട്ടൊരു ഇറച്ചിച്ചോറാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ മസാലയിൽ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.